ഹൂ കെയേഴ്സ്? ഇതാണല്ലോ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇന്നത്തെ ഈ രാജിയുടെ പ്രഖ്യാപനത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഹൂ കെയേഴ്സ്? അയാൾ രാജിവെക്കുകയോ രാജിവെക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിനുള്ളിലുള്ള ഇടപാടാണ്. ബട്ട് ദ പീപ്പിൾ കെയേഴ്സ്. ഒരു ജനപ്രതിനിധി ജനങ്ങളുമായിട്ടാണ് സംവദിക്കേണ്ടത്, ജനങ്ങളുടെ മുമ്പിലാണ് ഉത്തരം പറയേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പദവിയിൽ ഇരിക്കാൻ പരമയോഗ്യനാണ്, രാജിവെക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പദവിയിൽ ഇരിക്കേണ്ടത്. കാരണം അതിനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. കാരണം ഈ സ്നേഹത്തിൻ്റെ കടയിലെ വിൽപ്പനക്കാരൻ, രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിൻ്റെ കടയിലെ വിൽപ്പനക്കാരൻ വിൽക്കുന്നതും വാങ്ങുന്നതും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണെന്നുള്ളത് പൊതുവെ ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പീപ്പിൾ കെയറിങ്, ജനങ്ങൾ കെയർ ചെയ്യുന്നത് ഈ MLA സ്ഥാനം കൊണ്ടു നടക്കാൻ യോഗ്യനാണോ അല്ലയോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പരമ പദവിയിൽ തന്നെ ഇരിക്കട്ടെ. വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ശിഷ്യനായിട്ട് അഖിലേന്ത്യാ യൂത്ത് പ്രസിഡന്റായിട്ടും അദ്ദേഹത്തെ അവരോധിച്ചോട്ടെ. അതിനൊക്കെ പറ്റിയ കഴിവുള്ള ആളാണ്. ഞങ്ങൾക്കൊന്നും ഈ കഴിവില്ല. ഒരേ സമയത്ത് ട്രാൻസ്ജെൻഡറുമായിട്ട് വരെ ഈ രീതിയിലുള്ള സമീപനം സ്വീകരിക്കാൻ അയ്യോ നമുക്കൊന്നും പറ്റില്ലപ്പാ. അപ്പോൾ പരമയോഗ്യനാണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാൻ. BJP ആവശ്യപ്പെടുന്നത് പാലക്കാട് നിയമസഭാ അംഗത്വം രാജിവെക്കണം. ഈ തരത്തിലുള്ള തെമ്മാടിത്തരം ചെയ്യുന്നവർക്കുള്ളതല്ല ഒരു ജനപ്രതിനിധി സ്ഥാനം. ഈ നാട്ടിലെ നൂറുകണക്കിന് കുടുംബങ്ങളിലെ പെൺകുട്ടികളുമായിട്ട് ഇടപഴകാൻ അവസരമുള്ള ഒരു മനുഷ്യൻ ഇത്തരത്തിൽ സെക്ഷൽ ഹാബിച്വൽ ഒഫൻഡറാണെന്ന് ഒരു ട്രാൻസ്ജെൻഡർ ലേഡി പോലും പറയുന്ന സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, അയാളെ സംരക്ഷിക്കുന്ന, അയാൾക്ക് സംരക്ഷണ വലയമുണ്ടാക്കി കൊടുക്കുന്ന, അയാളുടെ ഈ ചിറകിനടിയിൽ സംരക്ഷണം ഒതുക്കുന്ന VD സതീശൻ പൊതുസമൂഹത്തോട് ആദ്യം മാപ്പ് പറയണം. ഈ ഗൗരവമുള്ള പരാതിയിൽ ഒരു തീരുമാനം പോലും എടുക്കാൻ കഴിഞ്ഞില്ലേ? ഒന്ന് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള പെൺകുട്ടിയല്ലേ? അവിടെ പോയി അന്വേഷിച്ച പ്രശ്നം ഒന്ന് പരിഹരിക്കണ്ടേ? ഒരു കോൺഗ്രസ് നേതാവിന്റെ മകളല്ലേ? അപ്പോൾ ആ കുട്ടിക്ക് ഇത് പൊതുസഭയിൽ, പൊതുമാധ്യമങ്ങളുടെ മുമ്പിൽ ആ കുട്ടിക്ക് ഇത് പറയേണ്ട ഗതികേട് ഉണ്ടാക്കിയത് സംരക്ഷണ വലയം. നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇന്ന് പരസ്യമായിട്ട്, നേരത്തെ ഇവിടെ ആരോ പറഞ്ഞല്ലോ, ഇന്ന് പരസ്യമായി പത്രസമ്മേളനം നടക്കുന്ന 2 മണി വരെ ആ മനുഷ്യൻ പറഞ്ഞെന്താ? എന്നോടാരും പറഞ്ഞിട്ടില്ല, ദേശീയ സെക്രട്ടറിയും പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല രാജിവെക്കാൻ. അങ്ങനെയാണോ അങ്ങനെയാണോ കോൺഗ്രസ്? അതാണോ കോൺഗ്രസിന്റെ പാരമ്പര്യം? അങ്ങനെയാണോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ചെയ്യേണ്ടത്? അങ്ങനെയാണോ ഒരു MLA ആയിട്ടുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ഈ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ നേതാവ് ഒരു തരത്തിലും അയാളെ ആ തൽസ്ഥാനത്ത് നിന്നും മാറ്റാതെ അയാൾക്ക് സംരക്ഷണ വലയം ഉണ്ടാക്കുക